ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, മനുഷ്യന്റെ മനസ്സുള്ളവനല്ല എന്നുള്ളത്. ഇതൊന്ന് കേട്ടോക്ക്. സ്വീകരണം കണ്ടാത്തൊന്നും രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണെന്ന്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ട് ഇനി ജീവിക്കണ്ടേ. സുജിത്തെ, നിസ്സംശയം പറയാം, നീ ഒരു മനുഷ്യനുണ്ടായതല്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ലോക മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച്, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ പറഞ്ഞ പോലെ 20 വർഷം ഒരു മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ, ഇസ്ലാമിക നിയമമാണ് നിന്നോട് ഞാൻ പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കൊലപാതകത്തിന് 20 വർഷക്കാലം, ഏകദേശം 7300 ദിവസങ്ങൾ കാരാഗ്രഹത്തിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ട് ദിയാമണി എന്ന് വെച്ചാൽ ആ മകനെ നഷ്ടമായ കുടുംബത്തിനുള്ള ദിയാധനവും ബാധ്യയും ചേർന്നിട്ട് 36 കോടി രൂപ ഇന്ത്യൻ മണി നല്ല മനുഷ്യരെല്ലാവരും കൂടെ പിരിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ. എടാ, ആ ഉമ്മയുടെ കരച്ചിൽ മാത്രം പോരെ, നിനക്കുണ്ടാവില്ല ഒരു അമ്മ, നിനക്കുണ്ടാവില്ല ഒരു മാതാപിതാക്കള്. എന്താ നിന്നോടൊക്കെ പറയാം. എന്റെ പ്രൊഫൈലൊന്ന് കയറി നോക്കി, പക്ക സംഖ്യയാണെന്ന് മനസ്സിലായി. ചാണകവും മൂത്രവും മാത്രം തിന്ന് ജീവിച്ച നിന്നോടൊക്കെ ഇതിലപ്പുറം ഒന്നും പറയാനില്ല. എന്തായാലും നന്മയുള്ള മനുഷ്യരൊക്കെ ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാണ്. നിന്നെപ്പോലുള്ളവരൊക്കെ റഹീം ഖാന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒരു ഫിൽസെങ്കിലും കൊടുത്ത് പ്രാർത്ഥന കൊണ്ടെങ്കിലും കൂടെ നിന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവരോടൊക്കെ മനസ്സിൽ തട്ടി പറയാണ്, ഇത് എല്ലാവരുടെയും വിജയമാണ്. സുജിത്തെ, നിന്നെപ്പോലുള്ളവരോട് എനിക്ക് പറയാൻ ഒറ്റ വാക്കുണ്ട്, നല്ല കുടുംബത്തിൽ നല്ല അച്ഛനമ്മമാർക്ക് ജനിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. നിനക്കൊന്നും അതില്ലാതെ പോയി, കഷ്ടം.